ഉടുപ്പിയിലെത്തിയതിനു ശേഷമുള്ള എൻ്റെ ആദ്യത്തെ ജന്മാഷ്ടമിയാണിത്. എന്നാൽ പിന്നെ ഉടുപ്പി അമ്പലത്തിലേക്കൊന്ന് പോയിട്ട് ജന്മാഷ്ടമി ദിവസം അമ്പലത്തിൽ നിന്ന് ഊണ് കഴിക്കാമെന്നുള്ളൊരു ആഗ്രഹം. എന്തോ വൈകിട്ട് വരാം, ഉറിയടി കാണാം എന്നൊക്കെ പ്ലാൻ ചെയ്തിരുന്നെങ്കിലും ഉച്ചയ്ക്ക് തന്നെ ഞങ്ങൾ അമ്പലത്തേക്ക് പുറപ്പെട്ടു. നല്ല വെയിലുണ്ടായിരുന്നു, അതുപോലെ നല്ല തിരക്കും ഉണ്ടായിരുന്നു. അങ്ങനെ കനകകിണ്ടിയിലൂടെ ദർശനം നടത്തിയതിന് ശേഷം ഞങ്ങൾ ഭോജനാലയം ലക്ഷ്യമാക്കി നടന്നു. നിങ്ങൾക്ക് ഈ തിരക്ക് കാണാട്ടോ, ഒക്കത്തെ തിരക്കായിരുന്നു. അപ്പോൾ എല്ലാവരും ക്യൂ നിൽക്കുന്നത് ദർശനത്തിന് വേണ്ടിയാണ്. ഞങ്ങൾ കനകകിണ്ടിയിലൂടെ ഈസി ദർശനം നടത്തിയിട്ട് നേരെ പോകുന്നത് ഭോജനാലയത്തിലേക്കാണ്. അവിടെയും നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പം ടേബിളിൽ ഇരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു, അതുപോലെ നിലത്തിരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഇലയിരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കയറിയത് സ്ഥലത്ത് ഇങ്ങനെ പ്ലേറ്റിലായിരുന്നു വിളമ്പിക്കൊണ്ടിരുന്നത്. പുറത്ത് നല്ല മഴയും പെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ആദ്യം അവിടുത്തെ സാറ്, അതായത് രസം എത്തി. അതിനുശേഷം ഇതാണ് ഹുളി, ഉടുപ്പി സ്പെഷ്യൽ ഹുളി. അതിനുശേഷം നല്ല കണ്ണൻ്റെ നല്ല പാൽ പായസം എത്തി. അതിനുശേഷം ഇത്തിരി മോരും കൂടെ കഴിച്ചിട്ട് അടിപൊളിയായിട്ട് ഒരു നല്ല ഊണ് കഴിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ കണ്ണൻ്റെ പ്രസാദം കിട്ടിയതിന് ശേഷം നേരെ പോയത് ഗോശാലയിലേക്കാണ്. അവിടെ കണ്ണൻ്റെ പൈക്കളെ കണ്ടതിന് ശേഷം വീണ്ടും ഉടുപ്പിയിൽ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയപ്പോഴാണ് ഞങ്ങൾ ഇന്നിവിടെ ലഡ്ഡു മേള നടക്കുന്ന കണ്ടത്. ലഡ്ഡു ഉത്സവമാണ്. അങ്ങനെ അവിടെ ഉള്ളൊരു അമ്പലത്തിൽ കയറി ഞങ്ങൾക്ക് ലഡ്ഡുവും അതുപോലെ തന്നെ ചക്കൂലി, ചക്കൂലിക്ക് എന്താ പറയുക, മുറുക്കും കിട്ടി. അതിനുശേഷം 107 108 ലഡ്ഡു എങ്ങനെ ഉണ്ടായിരുന്നു. ഞങ്ങൾ എത്തിയപ്പോഴേക്കും ഒരു സൈഡിലെ ലഡ്ഡു മൊത്തം തീർന്നു. ഇവിടെ മാത്രം അവശേഷിക്കുന്ന ലഡ്ഡു ഉണ്ടായിരുന്നു. അപ്പം പല പല കളർ, പല പല ടൈപ്സ് ലഡ്ഡൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ട ലഡ്ഡൂസ് ഞങ്ങൾ ഇനി കാണിച്ചു എടുത്തു. ഏകദേശം ഒരു 220 റുപ്പീസിന് ഞങ്ങൾക്ക് ഒരു പെട്ടി നിറയെ ലഡ്ഡൂസ് കിട്ടി. പിന്നെ അങ്ങനെ ആ ലഡ്ഡുവും കഴിച്ചതിന് ശേഷം ഇനി എന്നാൽ പോയിട്ട് ഉറിയടി കാണാമെന്നുള്ള രീതിയിൽ പോയിട്ട് നിന്നു. ഇത് കണ്ടില്ലേ, കണ്ണനും ഒരു കുമ്പാരം ലഡ്ഡു. അങ്ങനെ കണ്ണൻ്റെ അടുത്ത് നിന്ന് കുറേ ലഡ്ഡുവിൻ്റെ കൂടെ കുറേ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ തിരിച്ചു പോയി. ഇതിനു വേണ്ടി ഉറിയടി കാണാൻ വേണ്ടി. പക്ഷെ ഒട്ടുക്കത്തെ വെയിലായിരുന്നു. ഇത് ഞാനാട്ടോ. എന്നാൽ പിന്നെ കണ്ണനൊരു ലഡ്ഡു കൊടുത്തൊരു ചെറിയ വീഡിയോ ഒക്കെ എടുക്കാന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. കിട്ടിയില്ല. പിന്നെ അവിടെ കുറേ ഏലിയന്മാരൊക്കെ ഉണ്ടായിരുന്നു. പല പല വേഷങ്ങളിൽ കോലം കെട്ടി, അതുപോലെ തന്നെ ഇവിടെ പുലികളെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നല്ല വെയിലായിരുന്നു.